എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്താ ദിനമാണ്. ദിവസത്തിന്റെ തുടക്കം തന്നെ ശബരിമല എന്ന സുപ്രധാന വിഷയത്തിൽ തന്നെയാണ് നമുക്ക് കേന്ദ്രീകരിക്കേണ്ടി വരുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതിരാവിലേതുള്ള നീക്കങ്ങൾ 21 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ശബരിമലയിൽ ഇന്നലെയാണ് ഇടക്കാല റിപ്പോർട്ട് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ ഇഡിയും ഇത്തരമൊരു നീക്കം നടത്തുകയാണ്. ഒരുപക്ഷെ SITയെ കവച്ച് വെച്ചുകൊണ്ടുള്ള അന്വേഷണ വിവരങ്ങൾ ശേഖരിക്കാനാണോ ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 21 ഇടങ്ങളിലെ പരിശോധന തുടരുകയാണ്. അതിരാവിലെ ആരംഭിച്ച പരിശോധനയാണ്. കണ്ടെത്തേണ്ട വിവരങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സാമ്പത്തിക കുറ്റാന്വേഷണം വിവരങ്ങൾ, ഒപ്പം ഓരോ പ്രതികളുടെയും സാമ്പത്തിക ഇടപാടുകളടക്കം ശേഖരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഇടങ്ങളാണ്. ഒന്ന്, ദേവസ്വം ആസ്ഥാനം. ഈ ഇടപാടുകളുടെ പലതിൻ്റെയും കേന്ദ്രമായി എന്ന് കരുതുന്ന ദേവസ്വം ആസ്ഥാനം, അവിടെ വിവാദപരമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ച ഇടമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡുമായുള്ള കത്തിടപാടുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ പരിശോധന അവിടെ നടക്കുന്നു. അതേസമയം മറ്റു പ്രതികൾ, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം കിളിമാനൂരിലെ പുളിമാത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു. മറ്റു പ്രതികൾ, അത് എൻ വാസുവാവട്ടെ, പത്മകുമാറാവട്ടെ, ഒപ്പം തന്ത്രി രാജീവ് കണ്ഠർ അടക്കമുള്ളവരുടെ വീടുകളിൽ പരിശോധന. കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഇടങ്ങളിൽ പരിശോധന. ഒപ്പം കർണാടകയിൽ ബെല്ലാരിയിൽ, ജുവലറിയിൽ, ഗോവർദ്ധൻ്റെ ഇടങ്ങളിലും പരിശോധന. ഇങ്ങനെ സമഗ്രമായ പരിശോധനയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുകയാണ്. കണ്ടെത്തുന്ന വിവരങ്ങൾ എന്തൊക്കെ, ഈ മിഷൻ ഏതു രീതിയിൽ പുരോഗമിക്കാനാണ് ഇഡിയുടെ നീക്കം, നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യങ്ങൾ, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ അന്വേഷണം ഊർജിതമാക്കി എന്നതാണ് സാഹചര്യം. വീടുകളിലെ പരിശോധന തുടരുകയാണ്. 21 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു. പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിലും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ്റെ വീട്ടിലും ബംഗളൂരുവിലെ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടക്കുകയാണ്. നമുക്ക് സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം നോക്കാം. ഡാൻ കുര്യൻ, ശശിനാരായണൻ, ഡാൻ ഇപ്പോൾ അടക്കം ചേരുന്നു സംസ്ഥാനത്തിൻ്റെ പൊതു ഇടങ്ങളിൽ നിന്ന്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ആദ്യം ഡാൻ കുര്യനുണ്ട് തിരുവനന്തപുരത്ത്. ഡാൻ, തിരുവനന്തപുരത്തെ തന്ത്രപ്രധാനമായ 3 ഇടങ്ങൾ: 1 ദേവസ്വം ആസ്ഥാനം, 2 എൻ വാസുവിൻ്റെ വീട്, 3 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്. ഈ 3 ഇടങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ. ഒരുപക്ഷെ മറ്റു ഇടങ്ങളിലേക്കും പരിശോധന നടന്നേക്കാം. ഇഡി ഈ മിഷൻ എന്താണ് പേരിട്ടിരിക്കുന്നത്, എന്താണ് അവർ ലക്ഷ്യമിടുന്നത്? SITക്ക് സമാന്തരമായ ഒരു അന്വേഷണം നടത്തുന്നതിനെതിരെ നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. ഇപ്പോൾ ഈ പരിശോധനയിലൂടെ എന്ത് വിവരശേഖരണമാണ് ഇഡി ലക്ഷ്യമിടുന്നത്? ഡാൻ, പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നതിനിടയിൽ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങൾ, ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ള മാത്രമല്ല എന്ന ഗുരുതരമായ പരാമർശം വന്നതിന് പിന്നാലെയാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇഡി തുടക്കമിട്ട രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 21 സ്ഥലങ്ങളിൽ ഒരേ സമയം ഇന്ന് പുലർച്ചെ മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്താണ് ഇതിനു മുമ്പ് 3 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിലൊക്കെ ഒരേ സമയം പരിശോധന നടക്കുന്ന ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം ഇതിനു മുമ്പ് സമീപകാലത്ത് ഇഡിയുടെ അന്വേഷണം നമ്മൾ കണ്ടത്. അതിനുശേഷം ഇത്ര വിപുലമായ തരത്തിൽ ഒരേ സമയം ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഒരേപോലെ പല സ്ഥലങ്ങളിലേക്ക് അതീവ രഹസ്യമായി എത്തി ഇങ്ങനെയൊരു വിപുലമായ പരിശോധന അത് സമീപകാലത്തൊന്നും ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടും രാജ്യത്ത് ഇഡി നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പരിശോധനയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ 7 മണിയോടെ ഇഡി ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും അവിടെ ഔദ്യോഗികമായ പരിശോധനകൾ ആരംഭിച്ചത് 9 മണിക്ക് ശേഷം മാത്രമാണ്. കാരണം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഫയലുകൾ നീക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ ഇടപെടൽ നടത്തിയിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ പരിശോധന ആരംഭിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലം ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനമായിരിക്കും. കാരണം മറ്റ് സ്ഥലങ്ങളിലെല്ലാം പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ, അതോടൊപ്പം തന്നെ എൻ വാസുവിന്റെ വസതിയിൽ, അതോടൊപ്പം പത്മകുമാറിന്റെ വസതിയിൽ, മറ്റ് കേസിൽ പ്രതികളായിരിക്കുന്ന ജയശ്രീ ഉൾപ്പെടെയുള്ളവരുടെ വസതികളിലൊക്കെ SIT വ്യാപകമായ പരിശോധന നേരത്തെ നടത്തുകയും അവിടുന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കൃത്യമായ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ആ വിവരങ്ങൾ സീൽ ചെയ്ത കവറിൽ ഹൈക്കോടതിയിൽ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ആ 90 ദിവസം SIT നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾക്കപ്പുറത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഒരേ സമയത്ത് 21 ഇടങ്ങളിൽ നടത്തുന്ന
പരിശോധനയിൽ എന്തൊക്കെ തെളിവുകൾ കണ്ടെത്തുമെന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ റഥം ജ്വല്ലറിയിലും ആ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ വസതിയിലുമൊക്കെ നടത്തുന്ന പരിശോധനയിലെ കണ്ടെത്തലുകൾ സുപ്രധാനമാകും. അതോടൊപ്പം ഈ തട്ടിപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ, അതായത് ഈ സ്വർണം പാളികളിൽ നിന്ന് ഉരുക്കി മാറ്റിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ വസതിയിലും സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലുമൊക്കെ നടത്തുന്ന പരിശോധനയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്ന് ശേഖരിക്കുന്ന തെളിവുകൾക്ക് ഒപ്പം SIT ഇതിനോടകം കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറും. കാരണം കോടതിയുടെ നിർദ്ദേശം അങ്ങനെയാണ്. കേസ് ഡയറി നേരത്തെ ഹാജരാക്കാൻ പറഞ്ഞിരുന്നു, അത് അവർക്ക് കൈമാറാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ ഏതൊക്കെ സ്വഭാവത്തിലുള്ളതാണ്, ഡിജിറ്റൽ തെളിവുകളുണ്ട്, പിടിച്ചെടുത്ത രേഖകളുണ്ട്, അതോടൊപ്പം ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളുണ്ട്, അതടക്കം EDക്ക് കൈമാറും. ED നടത്തുന്ന അന്വേഷണത്തിൽ ഏറ്റവും സുപ്രധാനമായി മാറുക ഇതിലെ കള്ളപ്പണം അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഇതിന്റെ സാമ്പത്തിക പശ്ചാത്തലം, ഈ തട്ടിപ്പിന്റെ സാമ്പത്തിക പശ്ചാത്തലം, അതിന്റെ മറ്റ് മാനങ്ങൾ, അത് ആരൊക്കെ പങ്കിട്ടു, ഈ പണം ആരൊക്കെ പങ്കിട്ടു, മാത്രമല്ല SITയുടെ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി തന്ത്രി കണ്ഠരര് രാജീവര് വരെയുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും അന്വേഷണം അതിനപ്പുറത്തേക്ക് പോകുമെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ SIT സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലുണ്ടായിരുന്നു. പക്ഷേ അത് ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. അഭ്യൂഹങ്ങൾ മാത്രമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചൊക്കെ നേരത്തെ മുതൽ ഉയർന്നു കേൾക്കുന്നത്. അതിനപ്പുറത്തേക്ക് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡുമായി കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ബന്ധമുണ്ടായിരുന്ന വ്യക്തികളിലേക്ക്, രാഷ്ട്രീയ ഉന്നതരിലേക്ക് അന്വേഷണം നീളുന്ന സാഹചര്യമുണ്ടായാൽ അത് ആരുടെയൊക്കെ വീഴ്ചയ്ക്ക് വഴിവെക്കും. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുന്നതിനിടയിൽ 3 മാസം മാത്രം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ വെച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി രംഗത്തെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് രാഷ്ട്രീയമായി ആരെ വെട്ടിലാക്കും, ആർക്കത് പ്രതിരോധം തീർക്കും എന്ന രാഷ്ട്രീയമായ ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അതിനിടയിലാണ് EDയുടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റ് സ്ഥലങ്ങളിലെ പരിശോധന അവസാനിച്ചാലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധന ഒരുപക്ഷെ അല്പം കൂടെ വൈകിയേക്കാം. കാരണം പരിശോധന ആരംഭിച്ചത് താമസിച്ചാണ്. മാത്രവുമല്ല ഈ അന്വേഷണത്തിന്റെ എല്ലാം കൃത്യമായൊരു പിവറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനമാണ്. കാരണം ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയൽ നീക്കങ്ങളും നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണത്തിന് തുടക്കം കുറിക്കുക എന്ന ഏറ്റവും നിർണായകമായൊരു നീക്കമാണ് ED ആരംഭിച്ചിരിക്കുന്നത്. EDയുടെ നീക്കം അങ്ങനെയാണ്. എന്തായാലും ഡാൻ തുടരുക. നമുക്ക് ഈ നീക്കം എന്താണ് ED പരിശോധനയിൽ കണ്ടെത്താൻ പോകുന്നത്, ഒപ്പം SITയുടെ അന്വേഷണവും ഏത് രീതിയിൽ നമുക്ക് പരിശോധിക്കാം. ഒപ്പം നമുക്കിതിൻ്റെ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ പരിശോധന അങ്ങേയറ്റം നിർണായകമാണ്. കാരണം പലപ്പോഴും ഇന്നലെ SIT കോടതിക്ക് മുന്നിൽ സമർപ്പിച്ച ചില വിവരങ്ങൾ നൽകുന്ന സൂചനയുണ്ട്. ഒന്ന്, 2024-25 കാലഘട്ടത്തിലെ വിവരങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് കടന്നു വരണം എന്ന ഒരു കാര്യമുണ്ട്. ഒപ്പം തന്നെ ചിലരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്, ആ നീക്കത്തിലേക്ക് കടക്കും. കോടതി അതിനുള്ള സാവകാശവും അനുവദിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ പുരോഗതിയിൽ പൂർണ്ണ തൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ED കടന്നു വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.